അപ്പോൾ ഇതിൻ്റെ ജീവിതയിലെ തിരുവാഭരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് കായംകുളം രാജാവ് സമർപ്പിച്ച വളരെ വിലപിടിപ്പുള്ള ഒരു തിരുവാഭരണം ഉണ്ടായിരുന്നു. പുതിയത് നിർമ്മിക്കുന്നതിന് ആരും എതിരൊന്നുമല്ല. കാരണം ഇത് ഒരു വർഷം മിനിമം ഒരു 20,000-ൽ കൂടുതൽ വീടുകളിലേക്ക് ഈ ജീവിത എഴുന്നള്ളത്ത് നടത്തുന്നതാണ്. ധാരാളം ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ കലാമൂല്യമുള്ളതും ജനങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകുന്നതും ആയിട്ടുള്ള ഒന്നായിരുന്നു പുനർനിർമ്മിക്കേണ്ടത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ആ വിയോജിപ്പിൽ നിൽക്കുന്ന സമയത്ത് കരകളുമായിട്ടൊന്നും ചർച്ച ചെയ്യാതെയാണ് വളരെ തിടുക്കപ്പെട്ടിട്ടാണ് ഇത് ദേവസ്വം ബോർഡ് സ്വന്തമായിട്ട് നിർമ്മിച്ച് സമർപ്പിക്കുന്നത്. നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തിരുവാഭരണം പുതുക്കി നിർമ്മിച്ചതിൽ ക്രമക്കേട് എന്നാരോപിച്ച് ഭക്തസംഘടനകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. രാജഭരണകാലത്താണ് ഇത്തരത്തിൽ തിരുവാഭരണം ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഈ തിരുവാഭരണം ഒരുക്കി പുതുതായി നിർമ്മിച്ചത്. ഈ പുതുതായി നിർമ്മിച്ചതിൽ വലിയ അപാകതകളുണ്ട്, ക്രമക്കേട് ഉണ്ട് എന്നാണ് ഭക്തസംഘടനകൾ ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഭക്തസംഘടനകൾ. ഭക്തജനങ്ങളോ പൊതുജനങ്ങളോ ഒന്നും അറിയാതെയാണ് ഇത്തരത്തിൽ പുതുതായി നിർമ്മാണം നടത്തിയത്. അതിൽ വലിയ അപാകതയാണ് ഇപ്പോൾ ഭക്തസംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൻ്റെ 13 കരകളുടെ ഏകോപനത്തിൻ്റെ കൂട്ടായ്മയായ കൺവെൻഷൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ രാജീവ് MK നമ്മളോട് പ്രതികരിക്കുകയാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ വളരെ പ്രത്യേകതയുള്ളൊരു ജീവിതമുണ്ട്. ഭഗവതിയുടെ പറയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ജീവിത. അത് ചെട്ടികുളങ്ങരയെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓണാട്ടുകരയുടെ പ്രദേശത്ത് പലതരത്തിലുള്ള ജീവിതകളുണ്ടെങ്കിലും ചെട്ടികുളങ്ങരയുടെ ശൈലിയിലുള്ളത് ഇവിടത്തേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൽ പ്രത്യേകതകളുള്ളതാണ്, വ്യത്യസ്തമായതാണ്. അപ്പോൾ ഇതിൻ്റെ ജീവിതയിലെ തിരുവാഭരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് കായംകുളം രാജാവ് സമർപ്പിച്ച വളരെ വിലപിടിപ്പുള്ള ഒരു തിരുവാഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ 64 ഉരുക്കിയെന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിനെപ്പറ്റി അറിയില്ല. അതിനുശേഷം പുതുതായിട്ട് നിർമ്മിച്ചതിൽ നമ്മളെ സംബന്ധിച്ചിട്ട്, പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട്, ഭക്തജനങ്ങളെ സംബന്ധിച്ചുള്ളൊരു അവർക്ക് വളരെയധികം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയത് നിർമ്മിക്കുന്നതിന് ആരും എതിരൊന്നുമല്ല. കാരണം ഇത് ഒരു വർഷം മിനിമം ഒരു 20,000-ൽ കൂടുതൽ വീടുകളിലേക്ക് ഈ ജീവിത എഴുന്നള്ളത്ത് നടത്തുന്നതാണ്. ധാരാളം ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന് കാലപ്പഴക്കം കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയതൊന്നും നിർമ്മിക്കുന്നതിൽ ആരും എതിരല്ല. പക്ഷേ ഇത്രയൊരു മഹത്തായ ഒരു ക്ഷേത്രത്തിലെ നിർമ്മിക്കുമ്പോൾ അതിന് ധാരാളം കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ക്ഷേത്രത്തിലെ 13 അവകാശികളായിട്ടുള്ള 13 കരകളുമായിട്ട് ഇത് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ഇത് പുതുതായിട്ട് നിർമ്മിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തണം. പിന്നെ ഇത് പുനർനിർമ്മിക്കുമ്പോൾ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കണം. കാരണം ഇത് വളരെയധികം കലാപരമായ മൂല്യമുള്ളത് നിർമ്മിക്കാൻ. ഇപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇങ്ങനെ ഒന്ന് പുതിയത് നിർമ്മിക്കുമ്പോൾ അതിനകത്തിലേക്ക് ധാരാളം രത്നങ്ങളും ഒക്കെ സംഭവമായിട്ട് കൊടുക്കാൻ സാധ്യതയുള്ള എല്ലാവരും ഉണ്ട്. 13 കരകൾ തന്നെ ധാരാളം കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ കലാമൂല്യമുള്ളതും ജനങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകുന്നതും ആയിട്ടുള്ള ഒന്നായിരുന്നു പുനർനിർമ്മിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് ആദ്യം എന്തുകൊണ്ട് ഇത് പുനർനിർമ്മിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. കാലപ്പഴക്കം കൊണ്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്തതായി എന്ന് ബോധ്യപ്പെടുത്തണം. അതിനുശേഷം 13 കരകളുമായിട്ട് ആലോചിച്ചിട്ട് എങ്ങനെ ഇത് പുനർനിർമ്മിക്കണം, ആര് നിർമ്മിക്കണം, എങ്ങനെ നിർമ്മിക്കണം, ഇതെല്ലാം ആലോചിച്ചിട്ട് സാവധാനത്തിൽ ചെയ്യേണ്ടിരുന്നൊരു കാര്യം, ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ, അതായത് ഉപദേശസമിതി രൂപീകരിക്കണമെന്ന് ദേവസ്വം ബോർഡ് കടുംപിടുത്തം പിടിക്കുന്ന സമയത്ത് കരകളുമായിട്ട് വിയോജിച്ച് നിൽക്കുന്ന കരകൾ ഈ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളുമായിട്ട് വിയോജിച്ച് നിൽക്കുന്ന സമയത്ത് ആ വിയോജിപ്പിൽ നിൽക്കുന്ന സമയത്ത് കരകളുമായിട്ടൊന്നും ചർച്ച ചെയ്യാതെയാണ് വളരെ തിടുക്കപ്പെട്ടിട്ടാണ് ഇത് ദേവസ്വം ബോർഡ് സ്വന്തമായിട്ട് നിർമ്മിച്ച് സമർപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ പല ആൾക്കാരുടെ നിന്നും പൈസ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായ വലിയ തുകയും ചെറിയതും ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊന്നും ആർക്കും ഒരു വ്യക്തതയില്ല. അപ്പോൾ നമ്മളതിൻ്റെ രൂപത്തിൽ തന്നെ ആൾക്കാർ നോക്കുമ്പോൾ പഴയതിൻ്റെ ആ ഒരു കലാമൂല്യമൊന്നും ആ രൂപഭംഗിയൊന്നും പുതിയതിനുള്ളതായിട്ട് ആർക്കും ബോധ്യപ്പെടുന്നില്ല. പുതിയവരെണ്ണം സമർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകെ ഭക്തജനങ്ങൾക്ക് ഇത് പുതിയത് സമർപ്പിക്കപ്പെട്ടാൽ ഏതൊരിടത്തായാലും ശരി ഒരു പുതിയ ഒരെണ്ണം സമർപ്പിക്കുമ്പോൾ അത് ആ ജനങ്ങൾക്ക് സംതൃപ്തി നൽകുന്നതിന് പകരം ഇവിടെ പല ആൾക്കാർക്ക് ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. അപ്പോൾ നേരത്തെ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ സംബന്ധി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സമീപിച്ചിട്ട് ഇന്നപോലെ ഒരു പുതിയ ഒരെണ്ണം നിർമ്മിക്കണം നമുക്ക് എന്ന് സൂചിപ്പിച്ചപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നത് നമുക്ക് തൽക്കാലം ഇത് ആവശ്യമില്ല. കാരണം ഇതിന് ഒരു മൂല്യമുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഭക്തിയുടെ അടിസ്ഥാനത്തിലായാലും ശരി, രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ശരി, എല്ലാം ഒരു മൂല്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നിലവിൽ അതിൻ്റെ ആവശ്യമില്ല അന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് ഇത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ 13 കരകൾ ഈ ജനമറിയാതെ, ജനങ്ങളുടെ ഇതിനെപ്പറ്റി ബോധ്യപ്പെടുത്താതെ
ഇതെങ്ങനെ നിർമ്മിക്കണമെന്നൊന്നും ഒരു ആലോചനയും ഇല്ലാതെ തിടുക്കപ്പെട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തിൽ വളരെയധികം എന്താ പറയുക പലതരത്തിലുള്ള ആരോപണം സ്വാഭാവികമായിട്ട് വരും. അത് അതിനകത്തിൽ തെറ്റുകളൊന്നും ഇല്ല എന്നും അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ താണ് ചെയ്തിരിക്കുന്നതെന്നും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് യാതൊരു കല എന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ ഇത്രയും വീടുകളിൽ പോകുന്ന ഈ ജീവിതയിലേക്ക് അതിൻ്റെ ഭംഗിക്ക് ഒരു തരത്തിലുമുള്ള ഒരു ഭംഗിയും ഇല്ലാത്ത ഒരു സാധനം ചെയ്തു വെച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒത്തിരി നമ്മളെ ദണ്ണപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കുക, അവർക്ക് വന്നിരിക്കുന്ന ദുഃഖം പരിഹരിക്കുക, ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, ഈ കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് പൊതുവേ ജനങ്ങളുടെ എല്ലാ മനസ്സിലും ബാധിച്ചിട്ടുള്ള ആ ഒരു ഹൃദയവേദന ഇല്ലാതാക്കേണ്ട ബാധ്യതയും ദേവസ്വം ബോർഡിനുണ്ട്. ഇത് ഭക്തജനങ്ങളുടെ പൊതുവായിട്ടുള്ള പരാതി തന്നെയാണ്. നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് പുനർനിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഈ 13 കരയുടെ ഏകീകൃത സംഘടനയായിട്ടുള്ളതാണ് കൺമഷൻ. കൺമഷന് ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് കൺമഷൻ പറയുന്നത്. കൺമഷനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് കൺമഷൻ്റെ ആൾക്കാർ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, കൺമഷൻ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി അവർ ഇതുവരെ ഈ 13 കരയിലെ അല്ലെങ്കിൽ ഈ ഭക്തജനങ്ങളോട് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. അത് നമുക്ക് ഏറ്റവും വലിയ ഒരു സംശയം നിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ ജീവിതയുടെ നമ്മൾ പഴയ ജീവിതയും ഇപ്പോൾ സമർപ്പിച്ച ജീവിതയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്. പഴയ ജീവിതയ്ക്കകത്ത് 2 ഗജങ്ങളുണ്ടായിരുന്നു. ആ ഗജത്തിൻ്റെ കൊമ്പ്, അതിൻ്റെ ചെവി, അതുപോലെ അതിൻ്റെ പുറത്ത് ഇരിക്കുന്ന എന്തോ ഒരു പരവതാനി, ഒരു ചങ്ങല, ഇതൊന്നും ഇപ്പോൾ വരുന്ന ഈ പുതിയതായിട്ട് നിർമ്മിച്ച ജീവിതയ്ക്കകത്തില്ല. അതുപോലെ 2 ഗജത്തിൻ്റെ തുമ്പ് കൈ വരുന്നതിൻ്റെ സെൻട്രൽ ഒരു നല്ല കല്ല് അമ്മയുടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ രാത്രി ഈ ജീവിത നമ്മൾ വീടുകളിൽ വരുമ്പോൾ ആ ഇരുട്ടത്ത് അതിങ്ങനെ നല്ല കത്തി ജ്വലിച്ച് നിൽക്കുക രത്നക്കല്ലായിരുന്നു. അപ്പം പക്ഷേ അതിൻ്റെ ഇപ്പം അവർ പണിഞ്ഞ് പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ഓരോ രത്നങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ മൂല്യമുള്ള രത്നമാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. മറ്റേ ആ രത്നം കാണുന്നില്ല, അത് അതിൻ്റെ അകത്തില്ല. അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഈ ഭക്തജനങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇതിൻ്റേത് ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഇല്ല, നമ്മൾ വലിയ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും നമ്മൾ 10-15 പേർ കൊടുത്തിട്ട് ഇതുവരെ അതിൻ്റെ ഒരു മറുപടിയോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട കൺവെൻഷനാണ് ഇതിൻ്റെ മുന്നിട്ടിറങ്ങി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അവർ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ല. അതിന് നമുക്ക് വ്യക്തമായിട്ട് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം ആൾക്കാരെ സംഘടിപ്പിച്ച് ഇത് രാഷ്ട്രീയം ഒന്നും ഇതിനകത്തില്ല. കാര്യം ഇതിനകത്ത് ഇത് ചെട്ടളങ്ങരമ്മയുടെ 13 പേരെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം. ഞാനൊരു കുത്തിയോട്ടം പാടുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പഴയ ഇവിടുത്തെ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, MK രാജീവ്. അപ്പം പിന്നെ അത് ഓരോരുത്തരും കുത്തിയോട്ടവും കാര്യങ്ങളോട്ടൊക്കെ ചെട്ടളങ്ങര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം നമുക്കിത് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇവർ പെട്ടെന്ന് പണിഞ്ഞു, ആരോടും ആലോചിക്കാതെ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട് സമർപ്പിച്ചു. പക്ഷേ നമ്മൾ പിന്നെ ഇത് കണ്ടപ്പോഴാണ് ഇതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നതും ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൽ സംശയം തോന്നിയത്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തമായിട്ടൊരു ഇത് നമുക്കറിയണം, ഭക്തജനങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പ്രക്ഷോഭവും കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾ വലിയ ആശങ്കയിലാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അതായത് ആ തിരുഭാവരണം അതിൽ രൂപമാറ്റം വരുത്തിയത് അവർക്ക് വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ഇവരുടെ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. യാതൊരുവിധ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഭക്തജനങ്ങൾ പഴയ അതായി ഉപയോഗിച്ചിരുന്ന തിരുവാഭരണ ജീവിതയെയും ഇപ്പോഴത്തെ ജീവിതയും വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കലാമൂല്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. പല രത്നങ്ങളുമൊക്കെ കാണാതെ പോയിരിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ശബരിമലയിൽ ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള വിഷയം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭക്തജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ ഇക്കാര്യം ചോദ്യം ചെയ്യുന്നു. ദേവസ്വം ബോർഡിൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് ഭക്തജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ആരോപണങ്ങളെയൊക്കെ ദേവസ്വം ബോർഡ് തള്ളിക്കളയുകയാണ്. ഇത്തരത്തിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ പുനർനവീകരണങ്ങളൊക്കെ നടത്തിയത്. അത് സംബന്ധിച്ച് അന്വേഷണം ഒക്കെ വന്നിരുന്നു. അത് കൃത്യമായ റിപ്പോർട്ടും നൽകിയതാണ് എന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കേണ്ടതാണ്. ഇത്രയും മൂല്യമുള്ള രാജഭരണകാലത്ത് ലഭിച്ച ഇത്രയും കോടികൾ ഒരുപക്ഷെ വിലമതിക്കുന്ന തിരുവാഭരണം ജീവിതയാണ് ഇത്തരത്തിൽ നാശം സംഭവിച്ചിരിക്കുന്നതെന്ന് ഭക്തജനങ്ങൾ ആരോപിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു ആശങ്ക
ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഈ ആശങ്ക പരിഹരിക്കണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് ഭക്തജനങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ആലപ്പുഴ.